നമസ്കാരം എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് റിലേഷൻഷിപ്പ് റീഡിങ് എടുക്കാം. ഓക്കെ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിൽ ഓർക്കാം. ഓക്കെ, അവരെക്കുറിച്ച് നിങ്ങൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അത് അവരെ മനസ്സിൽ ഓർക്കാം. ഓക്കെ, ഇത് നിങ്ങളുടെ റീഡിംഗ് ആണ്. അതായത് നിങ്ങളും നിങ്ങളെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയും, നിങ്ങൾ എന്ത് റിലേഷൻഷിപ്പ് ആയാലും ശരി. ഓക്കെ, നിങ്ങൾ സ്നേഹിക്കുന്ന, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി. ഓക്കെ, അവര് മനസ്സ് തുറന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അവർക്ക് പറയാൻ സാധിക്കാതെ ഇരിക്കുന്ന ചില കാര്യങ്ങൾ, അവരെ മനസ്സിനുള്ളിലുള്ള ചില കാര്യങ്ങൾ, ചിലപ്പോൾ അവർ നിങ്ങളോട് ഇതുവരെ പറയാത്ത പല കാര്യങ്ങളും. ഓക്കെ, അവർ മനസ്സ് തുറക്കുന്നു എന്ന രീതിയിൽ നോക്കാം. എന്താണ് അവർക്ക് മനസ്സ് തുറന്ന് പറയാനുള്ളത്? ലെറ്റ്സ് സീ. സ്നേഹത്തിന്റെ കാര്യങ്ങളായിരിക്കാം, അവരുടെ സിറ്റുവേഷന്റെ കാര്യങ്ങളായിരിക്കാം, എന്ത് തന്നെ ആയാലും ശരി, നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ ലവേഴ്സ് കാർഡാണ്. ഏസ് ഓഫ് കോയിൻസ്. ഓക്കെ, ജഡ്ജ്മെന്റ്, നൈറ്റ് ഓഫ് വാൻഡ്സ്, എംപറർ. കാർഡ്സ് ഞാൻ ഐ തിങ്ക് ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത് തോന്നുന്നു ഇവിടെ. ഓക്കെ, ജസ്റ്റിസ്. ഓക്കെ, ഗുഡ്. കിങ് ഓഫ് കപ്സ്. മൈ ഗോഡ്. ഓക്കെ, ഇത് വളരെ ലൈക്ക് ചാരിയറ്റ്. ഞാൻ 1-2 ദിവസം മുമ്പും എനിക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു വളരെ ഷോക്കിംഗ് ആയിട്ട്, വളരെ ഹാപ്പി ആയിട്ടൊരു റീഡിങ് കണ്ടിരുന്നു. ഓ മൈ ഗോഡ്. ഓക്കെ, ഇത് കാണുന്നവര് ഓക്കെ, വൗ. നിങ്ങൾക്ക് കാണിച്ചു തന്നേ പറ്റൂല്ലേ, അതെനിക്ക് സമാധാനം ഉണ്ടാവില്ല. ഓക്കെ, ലെറ്റ്സ് സീ. ഓ ഓക്കെ, എന്തെങ്കിലും ഒരു നെഗറ്റീവ് നമുക്ക് വരണമല്ലോ. വേണം. പിന്നെ ഓക്കെ, ഡെവിൾ കാർഡ് ഉണ്ട്, 3 ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ. ഓക്കെ, ഇവിടെ കാണുന്നത് ആദ്യം തന്നെ ലവേഴ്സ് എനർജിയാണ്. ഓക്കെ, ഒരു റീയൂണിയൻ, നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ആണെങ്കിൽ ആദ്യം തന്നെ പറയാം, നിങ്ങളുടെ ഒരു റീയൂണിയൻ പോസിബിൾ ആണ് എന്ന് പറയാം. ഓക്കെ, ആൻഡ് നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ വളരെ ഡീപ്പായിട്ട് പാസ്റ്റ് ലൈഫിൻ്റെ കണക്ഷനാണ്. നിങ്ങൾ തമ്മിൽ ആ സ്നേഹം എന്നുള്ളത് ഒരു പാസ്റ്റ് ലൈഫ് തൊട്ട് ഉള്ള പൂർവ്വജന്മത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ബന്ധം നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു. ഓക്കെ, സ്നേഹത്തിൻ്റെ ബന്ധമായിരിക്കാം, എന്ത് ബന്ധമായിരിക്കാം. ഓക്കെ, അത് തിരിച്ചു വന്നതായിട്ടാണ് ഒരു റിലേഷൻഷിപ്പ് കാണുന്നത്. ഇപ്പോൾ നിങ്ങളിവിടെ തീർച്ചയായിട്ടും ലവേഴ്സ് എന്ന രീതിയിൽ ഇപ്പോൾ നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങളോട് വളരെ ഡീപ്പ് ഫീലിങ്സ് ഉണ്ട് അവർക്ക് എന്ന് തന്നെയാണ്. ആൻഡ് അവർ റീയൂണിയൻ തീർച്ചയായിട്ടും ഉണ്ടാവും. നിങ്ങൾ തമ്മിൽ ഒരു യൂണിയൻ പ്രതീക്ഷിക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഏസ് ഓഫ് കോയിൻസ് ആണ്. കമ്മിറ്റ്മെൻ്റ് കാര്യമാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞത് പേഴ്സൻ്റെ മനസ്സ് തുറന്ന് അവർ പറയുന്നത് നിങ്ങളോട് അത്രയും ആ ഒരു സ്നേഹം അവർ ഫീൽ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളോട് ഒരു ആത്മബന്ധം ഫീൽ ചെയ്യുന്നു, ഒരു സോളിൻ്റെ പാർട്ട് എന്ന രീതി അവർക്ക് തന്നെ ആ ഒരു ഫീലിംഗ് വരുന്നുണ്ട്. അതായത് എവിടെയോ നിങ്ങൾ തമ്മിൽ ഒരു പാസ്റ്റിൽ ഒരു കണക്ഷൻ ഉണ്ട് എന്ന് അവർക്കൊരു തോന്നൽ അവരുടെ ഉള്ളിലുണ്ട്. അവർ പറയുന്നത് നിങ്ങളോട് ഒരു കമ്മിറ്റ്മെൻറ്റ് തരണം എന്നാണ് പറയുന്നത്. നിങ്ങൾ തമ്മിൽ ഒരു പുതിയ തുടക്കം വേണം, നിങ്ങൾ തമ്മിൽ കമ്മിറ്റഡ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പ്, അതായത് ഫാമിലി അല്ലെങ്കിൽ ഒരു മാരേജ് കമ്മിറ്റ്മെൻറ്റ് എന്ന രീതിയിൽ. ഏസ് ഓഫ് കോയിൻസ് പെൻറ്റക്കിൾസ് പറയുമ്പോൾ നമ്മൾ സ്റ്റേബിളായിട്ട്, നിങ്ങൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് വളരെ സ്റ്റേബിളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം, കമ്മിറ്റഡ് ആയിട്ട് നിൽക്കണം എന്ന് വെച്ചാൽ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ കാര്യങ്ങളിൽ. ഓക്കെ, ഇങ്ങനത്തെ കാർഡ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഓക്കെ, അവർ ആ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളെ ശരിക്കും അവരെ കൂടെ വേണം എന്ന രീതിക്കാണ് അവർ ചിന്തിക്കുന്നത്. എങ്ങനെയാണ് നിങ്ങളെ ഒരു ഓഫർ തന്ന് നിങ്ങളെ കൂടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം. ആൻഡ് ഏസ് ഓഫ് കോയിൻസ്, ഏസ് ഓഫ് വാൻഡ്സ്, ഏസ് ഓഫ് കപ്സ്. ഇതിലൂടെ നമുക്ക് ലൈക്ക് പേഴ്സൻ്റെ മൈൻഡിലെ തോട്ട്സ് എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൻ്റെ ഡീപ്പായിട്ട് അവരെന്ത് പുറമേ കാണിച്ചാലും ശരി, അവരെന്ത് നിങ്ങളോട് മറച്ചു വെച്ചാലും ശരി, എത്ര പറയാതിരുന്നാലും ശരി, എന്തൊക്കെ എക്സ്പ്രസ് ചെയ്യില്ല. ചില സമയത്ത് ഈഗോ ഉണ്ടാവാം. എനിക്ക് കുറച്ച് ഈഗോ കാണിക്കാം നിങ്ങളോട്. ആ ഈഗോ കാണിക്കുന്ന എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവരുടെ മനസ്സിലെ ഡീപ്പ് ഫീലിങ്സ് നിങ്ങൾ അറിയരുത് എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ അവർക്ക് അത്രത്തോളം അവർക്ക് തന്നെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല.
ഓക്കെ, അവർക്ക് തന്നെ സ്വയം ആ ഫീലിങ്സ് അവർ നിങ്ങളോടുള്ള ഒരു അറ്റാച്ച്മെന്റ്, ഓക്കെ, അതിൽ ഇത് മാനായിട്ട് എടുക്കണമെന്നില്ല, എംപ്രർ ആയിട്ടല്ല, എംപ്രസ് ആയാലും നിങ്ങൾക്ക് ഒരു വ്യക്തിയോടുള്ള ഒരു സ്നേഹം നമ്മൾ അത്രത്തോളം ഉണ്ട് എന്ന് തുറന്ന് കാണിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, നമ്മളെ അവർ ഒരു വില കുറച്ച് കാണുമെന്ന് ചിലവർക്കൊക്കെ നമുക്കൊക്കെ ഒരു തോന്നലുണ്ട്. അപ്പോൾ ആ ഒരു ഫീലിംഗ് കാരണം അവർ അവിടെ ഈഗോ കൊണ്ട് അതിനെ മറക്കുകയാണ്. എനിക്ക് അവർ ആ ഈഗോ കൊണ്ട് മറിച്ച് ഒരു വളരെ ചിലപ്പോൾ ചിലവർക്ക് ഇവിടെ മാരേജ് സിറ്റുവേഷൻ ഉണ്ടാവും. ഓക്കെ, അതൊക്കെ ഞാൻ പറയാം, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉണ്ട്. ചിലവർ മാരീഡ് ആയിരിക്കാം. അപ്പോൾ ആ ഒരു അവരുടെ ആ ഒരു ഈഗോ കൊണ്ട്, ഓക്കെ, ഈഗോ അല്ലെങ്കിൽ അവരൊരു അഹങ്കാരം എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെയല്ല, ഇത് അങ്ങനത്തെ അല്ല, ഇത് അഹങ്കാരത്തിന്റെ ഈഗോ അല്ല, അത് അവർ കാണിക്കുന്നത് നിങ്ങളോട് അങ്ങനെയാണ്. അതായത് എന്നെ എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, എൻ്റെ പിന്നാലെ ഒരുപാട് ആൾക്കാരുണ്ട് എന്നൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നുണ്ടാവും. ഓക്കെ, പക്ഷെ അങ്ങനെ കാണിക്കുന്നത് അവരുടെ നിങ്ങളോടുള്ള യഥാർത്ഥ സ്നേഹം, യഥാർത്ഥ ഫീലിങ്സ് മറയ്ക്കാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, ഇവിടെ ഏസ് ഓഫ് കോയിൻസ്, ഏസ് ഓഫ് വാൻസ്, ഏസ് ഓഫ് കപ്സ്. ഓക്കെ, ഇതിനപ്പുറം നമുക്ക് ഏസിന് ഒന്നേ വരാൻ ബാക്കിയുള്ളൂ, ചിലപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഓക്കെ, ഏസ് ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ അവർക്ക് നിങ്ങളുമായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം. അതിനുവേണ്ടി അവർ ക്രിയേറ്റീവ് വഴികൾ, അവരെ മനസ്സെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയാണ് നിങ്ങളുമായിട്ട് ഒരു ലൈഫ് എങ്ങനെയാണ് പോസിബിൾ ആവുക, എങ്ങനെയാണ് നിങ്ങളെ മാരേജ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളെ കൂടെ കൂട്ടാൻ പറ്റുക, എങ്ങനെയാണ് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ പറ്റുക, ആ രീതി എന്തെങ്കിലും വഴികളുണ്ടോ എന്നവരെ മൈൻഡ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം അവർ മനസ്സിൽ ഡീപ്പായിട്ടുള്ളത് ഇതാണ്. അവർ ഇന്ന് തുറന്ന് അവർ നമുക്ക് കാണുകയാണ് ഇവിടെ. ഓക്കെ, കാർഡ്സ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഏസ് ഓഫ് കപ്സ് അത്രയും ഇമോഷണൽ ഫീലിംഗ് ആണ് അവർക്ക് നിങ്ങളോട്, അത്രയും ഇമോഷണൽ ഫീലിങ്സ്, അറ്റാച്ച്മെന്റ്, സ്നേഹം, ഓക്കെ, ഇമോഷണൽ അത്രയും അവർ അങ്ങനെ ആവുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വളരെ ഓവർവെൽമായി പോകും. എന്ന് വെച്ചാൽ നമുക്കൊരു ആകെ എന്തൊക്കെയോ തോന്നാൻ തുടങ്ങും. ദറ്റ് ഇത്രയും എങ്ങനെയാണ് ഒരാളോട് നമുക്കൊരു സ്നേഹം തോന്നുക, ഇത്രയും എങ്ങനെയാണ് ഒരാളോട് അട്രാക്ഷൻ തോന്നുക, ഓക്കെ, എങ്ങനെയാണ് അത്രയ്ക്ക് എങ്ങനെയാണോ, ഇതൊക്കെ ചിലപ്പോൾ തോന്നലുകളായിരിക്കും എന്ന രീതിക്ക് അവർ അവർ സ്വയം ചിന്തിച്ച് കൂട്ടി മനസ്സിനെ അങ്ങോട്ട് ഇതാക്കി കൺഫ്യൂഷൻ ആക്കിയിട്ട് നമ്മൾ പറയില്ലേ. ഓക്കെ, ആ രീതിക്ക് അവർ കിങ് ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ. കിങ് ഓഫ് കപ്സ് ഉണ്ടെങ്കിൽ അതിനെ മറയ്ക്കാൻ അവർ എംപ്രർ പോലെ കാണിക്കുകയാണ്. ഓക്കെ, അവർ എംപ്രർ എന്ന ലെവലിൽ അതിനെ മറയ്ക്കാൻ ശ്രമിക്കുകയാണ്. കിങ് ഓഫ് കപ്സ് അവരുടെ ഉള്ളിലുള്ള ഫീലിങ്സ് കാണിക്കാതെ, പുറമെ കാണിക്കാതെ അവർ ഈ ഒരു രീതിയിൽ ഇരിക്കുകയാണ്. ഓക്കെ, എല്ലാം ഐ തിങ്ക് ഞാനിവിടെ മാച്ച് വന്നൊക്കെ പല കാര്യങ്ങളും ഇവിടെ മാച്ചായിട്ടാണ് കാണുന്നത്. സോ ലെറ്റ് മീ. ഓക്കെ, ആൻഡ് ഇവിടെ റെഡ് ഉണ്ട്. സോ റെഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പാഷൻ എന്ന രീതിക്ക് പറയാം. ഓക്കെ, നമ്മളൊരു എന്താ പറയുക, എർത്തി എന്ന രീതിയിലാണ് പറയുക. എർത്തി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അത്രയും ഗ്രൗണ്ടഡ് ആയ, ശരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ ഒരു എന്താ പറയുക, അതിന് കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് അങ്ങനെയൊക്കെയാണ്. ഓക്കെ, ആൻഡ് റെഡ് എനർജി പാഷൻ്റെ ആണ്. സോ വളരെയധികം പാഷനേറ്റ് ആയിട്ട് നിങ്ങളോട് ഫീൽ ചെയ്യുന്നുണ്ട്. പാഷൻ മാത്രമല്ല പക്ഷേ കേട്ടോ, ഓക്കെ, നമ്മൾ അങ്ങനെ മാത്രം പറയാൻ പാടില്ല. ഫിസിക്കൽ മാത്രമല്ല, ഇതിൽ ഇമോഷൻസ് ഉണ്ട്. ആൻഡ് ഇത് നമ്മൾ സ്പിരിച്വൽ കാർഡ് കൂടി പറയും. പേർപ്പിൾ കളർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അതിനാണ് ഈ കളേഴ്സ് ഇവിടെ ഇതിലുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്ത് പറയുന്നത്. ചക്രാസിൻ്റെ കാര്യം പറയും. ഓക്കെ, അപ്പോൾ റൂട്ട് ചക്രയുടെയാണ് റെഡ് കളർ. റൂട്ട് ചക്രയുടെ റെഡ് കളർ എന്ന് പറയുമ്പോൾ ആ പേഴ്സൺ, അതിന് റൂട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വേരുകൾ എന്നെടുത്തോളും. ഓക്കെ, വേരുകൾ വളരെ സ്ട്രോങ് ആണ് നിങ്ങളുടെ ബന്ധത്തിൻ്റെ, ആ രീതിക്ക് എടുക്കാം. ആൻഡ് ഇവിടെ സ്പിരിച്വൽ കൂടിയാണിത് കുറേയൊക്കെ. ഓക്കെ, അതായത് ഇമോഷണൽ കൂടിയാണ്. ഇമോഷണൽ എന്ന് പറയുമ്പോൾ പേർപ്പിൾ കളർ നമ്മുടെ സ്പിരിച്വൽ ഏറ്റവും ക്രൗൺ ചക്രയുടെ ആണ്. ആ ക്രൗൺ ചക്ര എന്ന് പറയുമ്പോൾ നമ്മൾ സ്പിരിച്വലുമായിട്ട് കണക്റ്റഡ് ആണ്, യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആണ്. സോ എവിടെയോ ഈ ഒരു കണക്ഷൻ നിങ്ങളുടെ സ്പിരിച്വൽ കൂടിയാണ് എന്ന് പറയാം. ഓക്കെ, വേരും ആക്ച്വലി രണ്ടും ഓപ്പോസിറ്റ് കാര്യങ്ങൾ. വേരും ഏറ്റവും മേലത്തെ ചക്ര എന്ന് പറയുന്നതും, ഓക്കെ, ഏറ്റവും താഴത്തെയും ഏറ്റവും മേലത്തെയും. സോ അത്രയും കണക്റ്റഡ് ആയിട്ടൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബന്ധമാണ് നിങ്ങളുടെ എന്ന് വേണം വിളിക്കാൻ. ആൻഡ് എംപ്രർ. ഓക്കെ, എംപ്രർ പറയുമ്പോൾ ഇത് ബ്ലൂ കളറാണ്. ഈ ബ്ലൂ കളർ പറയുമ്പോൾ നമ്മുടെ ത്രോട്ട് ചക്രയുടെ ആണ്, നമ്മുടെ സംസാരം എന്ന രീതിയിൽ. ഓക്കെ, അവർക്ക് ഓപ്പണായിട്ട് അവർക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള പേടിയാണ് ഇവിടെ. അവർ ഫിയേഴ്സാണ് അവരെ സ്റ്റോപ്പ് ചെയ്യുന്നത്. അവരെ മൈൻഡിൽ, അതായത് അവർ നിങ്ങളോട് ഇതൊക്കെ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, നിങ്ങൾ അവരെ ചിലപ്പോൾ വില കൊടുക്കില്ല. അവർ എംപ്രർ എന്ന് പറയുമ്പോൾ അവർ വളരെ ഒരു ഹൈ പൊസിഷനിലിരിക്കുന്ന വ്യക്തികളായിരിക്കാം ചിലവർ. ഓക്കെ, ചിലവർ വീട്ടിൽ ഫാമിലി സീനിയർ കുറച്ച് വലിയ ആൾക്കാരായിരിക്കും. അതായത് ഏജ് വൈസ് കേട്ടോ, ഏജ് വൈസ് പ്രായത്തിൽ വല്ല വ്യത്യാസങ്ങൾ ഉണ്ടാവാം നിങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ സീനിയർ പൊസിഷൻ, അങ്ങനെ വീട്ടിൽ മൂത്ത ആൾക്കാർ. ഓക്കെ, മൂത്ത ആൾക്കാർ അങ്ങനെ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അതിന് അവരുടെ ഒരു സാധാരണ അവരിയ്ക്കുന്ന ഒരു പൊസിഷൻ ഉണ്ടല്ലോ, അതിൽ നിന്ന് അവർ താഴെ വന്നു പോകുമോ എന്നൊരു പേടി. ഓക്കെ, അവരുടെ ഉള്ളിൽ ഇത്രയും ഫീലിങ്സും ഇത്രയും ഇതൊക്കെ ഇങ്ങനെ ബേസ് ഫീലിങ്സ് അവർക്ക് ഫീൽ ചെയ്യുമ്പോൾ അവർക്ക് തോന്നുക ഞാൻ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ശരിയല്ല. ഓക്കെ, അപ്പോൾ അത് അവർ പറയാൻ അവർക്ക് പേടിയാണ്, നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യാനുള്ള പേടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിന് ഈഗോ വെച്ച് മറക്കുന്നു എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ കിങ് ഓഫ് കപ്സ് അഗെയിൻ
അവർക്കറിയാം ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണെന്ന്. അവർക്ക് അത്രയും ആ സ്പിരിച്വൽ ഫീലിംഗ് ഉണ്ട് അവരുടെ ഉള്ളിൽ. നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ അത്രയും സ്ട്രോങ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്ന് അവർക്കറിയാം. സ്പിരിച്വൽ ദൈവമായിട്ട് യൂണിവേഴ്സായിട്ട് നിങ്ങൾ ഒന്നിപ്പിച്ചാണ് എന്നൊക്കെ അവർക്കറിയാം. ഓക്കെ, അവരെല്ലാം മനസ്സിൽ അവർ ഡീപ്പായിട്ട് അത്രയും സ്ട്രോങ് ഫീലിങ്സ് തന്നെയാണ്. ആൻഡ് ജഡ്ജ്മെന്റ് ആൻഡ് ജസ്റ്റിസ് ഉണ്ട് ഇവിടെ. ഓക്കെ, സോ ഇത് നമ്മുടെ യൂണിവേഴ്സിൽ പറയാം. അതായത് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളെ ഒരു ന്യായം ചെയ്യുമെന്ന രീതിയിൽ നമുക്ക് പറയാം. ഓക്കെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പേഴ്സൻ്റെ ഭാഗത്തു നിന്നാണല്ലോ പറയുന്നത്, അവരെ മനസ്സിലാണല്ലോ പറയുന്നത്. അവരെ മനസ്സിൽ നിങ്ങളോട് ജഡ്ജ്മെന്റും ജസ്റ്റിസും രണ്ടുമാണ്. ഓക്കെ, ആൻഡ് ഇവിടെ അഗെയിൻ ഒരു തേർഡ് പാർട്ടിയുടെ റെപ്രസെൻറ്റേഷൻ ഇവിടെ ഉണ്ട്, എംപററിൻ്റെ. ഓക്കെ, തേർഡ് പാർട്ടി റെപ്രസെൻറ്റേഷൻ ഉണ്ട് ഇവിടെ. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ മാരീഡ്, അവർ മാരീഡ്, രണ്ടുപേരും മാരീഡ്, അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ, ഫാമിലി തടസ്സം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒരു തേർഡ് പാർട്ടി എനർജി ഉണ്ടെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ വന്നോട്ടെ കേട്ടോ. നമ്മളിവിടെ അവിടെ സെപ്പറേറ്റ് ആയിട്ട് ഇന്ന് എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇവിടെ എല്ലാവർക്കും കോമൺ ആയിട്ട് പറയാം. എനിക്ക് ആരെങ്കിലും ആവാം, ഫാമിലി ആവാം, ഫ്രണ്ട്സ് ആവാം, വേറെ ഹസ്ബൻഡ് ഓർ വൈഫ് ആവാം, എന്തും ആവാം. ഓക്കെ, സോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അതിൽ നിന്ന് നിങ്ങളെ ചൂസ് ചെയ്യാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, നിങ്ങളെ ചൂസ് ചെയ്യണം, നിങ്ങളോട് ന്യായം ചെയ്യണം എന്ന രീതിയിലാണ് നിങ്ങളുടെ അടുത്ത് ആ ഒരു നമ്മൾ പറയില്ലേ എന്താണ്, ട്രൂത്ത് ഫുള്ളായിട്ട് നിങ്ങളുടെ അടുത്ത് ഫെയ്ത്ത്ഫുൾ ആയിട്ട് ഇരിക്കണം എന്നാണ് അവർ ആഗ്രഹം. ഫെയ്ത്ത്ഫുൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ കമ്മിറ്റഡ് ആയിട്ടിരിക്കുക. ഓക്കെ, നിങ്ങളോട് ഫെയ്ത്ത്ഫുൾ എന്താ വാക്ക് ഓർമ്മ വരുന്നില്ല, പോട്ടെ. സോ നിങ്ങളോട് ഫെയ്ത്ത്ഫുൾ ആയിട്ട് ഇരിക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഈ രണ്ട് ചോയ്സ് അവരുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അവർ നിങ്ങളെ ചൂസ് ചെയ്യണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ന്യായം നിങ്ങളോട് ചെയ്യണം എന്നവർക്ക് അതിയായ ആഗ്രഹമുണ്ട് എന്ന് തന്നെ പറയണം. നൈറ്റ് ഓഫ് വോൺസ് ആണ്, യെസ് കമ്മ്യൂണിക്കേഷൻ്റെ കാർഡാണ്. ആൻഡ് ഇവിടെ ചാരിയറ്റ്, മുന്നോട്ട് മൂവ്മെന്റ്, ഇത് രണ്ടും സിമിലർ കാർഡ്സ് ആണ്. ഓക്കെ, കുതിര പുറത്ത് വരുന്നു, ഇതും കുതിര. ഓക്കെ, സോ നിങ്ങളുടെ അടുത്തേക്ക് ഒരു മുന്നോട്ടൊരു മൂവ്മെന്റ്, ഫോർവേഡ് മൂവ്മെന്റ് അവർ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. വോൺസ് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ആണ്. അഗെയിൻ ഇത് ത്രോട്ടിന്റെ കളറാണ്, ബ്ലൂ കളർ ത്രോട്ട് ചക്ര. ഓക്കെ, ഈ ബ്ലോക്കേജ് മാറ്റിയിട്ട് ആക്ച്വലി ഇത് കണ്ടു കയ്യിൽ പിടിച്ചിരിക്കുന്ന സോഡാണിത്, വോൺസ് ആണിത്, കയ്യിലുണ്ട് ഇവിടെ. ഓക്കെ, അവർക്ക് അതെടുത്ത് പ്രയോഗിക്കണം, അതായത് പറയണം എന്ന് അവരെ മനസ്സിലുള്ളത് തുറന്ന് പറയണം എന്ന രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, എത്രയും വേഗം, ഇത് ഫാസ്റ്റ് മൂവിങ് ആണ് എനർജി, ഇതും റൂട്ട് ചക്രയുടെ ആണ് ആൻഡ് മൂവിങ് എനർജി എന്ന് പറയാം. നിങ്ങളുടെ അടുത്തേക്ക് എത്രയും വേഗം ആ പാഷൻ എക്സ്പ്രസ് ചെയ്യാൻ, നിങ്ങളോട് ഫീലിങ്സ് പറയാൻ നിങ്ങളുടെ അടുത്തേക്ക് എത്രയും വേഗം വരണം എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, അവർ വളരെ ഡീപ്പായിട്ട് അവർ ഫീലിങ്സ് ഉണ്ട്. ഓക്കെ, അത്രയും ആത്മാർത്ഥമായ ഒരു ഫീലിംഗ് നിങ്ങളുമായിട്ട് ശരിക്കും ഒരു ലൈഫ് കണക്ഷൻ അവരെല്ലാം ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ യെസ്, ഓക്കെ, നമുക്ക് ബോട്ടം എന്തെങ്കിലും നെഗറ്റീവ് വരണമല്ലോ. തേർഡ് പാർട്ടി എനർജി ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ചിലവർക്ക് തേർഡ് പാർട്ടി ഉണ്ടാവാം, ചിലവർക്ക് ഡെവിൾ. ഇത് കളേഴ്സ് നമ്മുടെ ഓറഞ്ച് ആൻഡ് യെല്ലോ ആണ്. യെല്ലോ ആൻഡ് ഓറഞ്ച് നമ്മുടെ കോൺഫിഡൻസിൻ്റെ ആണ്. ഓക്കെ, കോൺഫിഡൻസിൻ്റെ കളേഴ്സ് എന്ന് പറയുമ്പോൾ എവിടെയോ നമ്മൾ അവനവൻ്റെ മേലെ ഒരു കോൺഫിഡൻസ് ഇല്ലായ. ഓക്കെ, ഇവർ ചിലപ്പോൾ ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം. ഓക്കെ, എന്നാൽ പോലും അവരുടെ ഉള്ളിൽ ഈ ബന്ധങ്ങളുടെ കാര്യം പറയുമ്പോൾ, ഓക്കെ, റിലേഷൻഷിപ്സിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഇവർക്കൊരു കോൺഫിഡൻസ് പോരാ. അതായത് ഞാൻ നല്ലൊരു വ്യക്തിയാണെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇവർക്കൊരു ധൈര്യം പോരാ എന്ന് പറയാം. ആൻഡ് ഇവിടെ മേ ബി ഏതെങ്കിലും തരത്തിൽ അവർക്ക് മുൻപ് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഉള്ളത് കൊണ്ടായിരിക്കാം. ഓക്കെ, തേർഡ് പാർട്ടി ഉള്ളത് ഇവർ നെഗറ്റീവ് തിങ്കിങ്ങിലേക്ക് ഒരുപാട് പോകുന്നുണ്ട്. ആക്ച്വലി ഇത് നമ്മുടെ മനസ്സിൽ നമ്മുടെ പോസിറ്റീവ് തിങ്കിങ്ങിൻ്റെ കാര്യമൊക്കെ പറയും. ആ പോസിറ്റീവ് തിങ്കിങ് ഇവിടെ ഒരുപാട് നെഗറ്റീവ് തിങ്കിങ്ങിലേക്ക് അവർ പോകുന്നുണ്ട്. ഡെവിൾ എനർജി ഉണ്ട് അവരെ അടുത്ത്. ഓക്കെ, അതായത് അവരെ പിന്തിരിപ്പിക്കുന്ന ചില നെഗറ്റീവ് എനർജീസ് ഉണ്ട് അവരെ ചുറ്റും എന്ന് പറയാം. അതിപ്പോൾ അഗെയിൻ നമ്മൾ പറഞ്ഞ പോലെ ഫാമിലി ആവാം, റിലേഷൻസ് ആവാം, ഫ്രണ്ട്സ് ആവാം, ആരെങ്കിലുമൊക്കെ അവരെ പറഞ്ഞ് തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടാവാം. അവരെ തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ലെവലിലേക്ക്, അതായത് അവർക്ക് തോന്നുന്നിട്ട് ഓക്കെ എന്നെക്കാൾ ബെറ്റർ ചിലപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും കിട്ടുമെന്ന് തോന്നുന്നുണ്ടാവും. അല്ലെങ്കിൽ ഇങ്ങനെ ഞാനൊരു വ്യക്തിയോട് എനിക്ക് ഇത്രത്തോളം സ്നേഹം തോന്നാൻ പാടില്ല എന്ന് തോന്നും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് അവരെ മനസ്സിൽ കയറ്റിയിടുന്നുണ്ട്. ഓക്കെ, നല്ല ഈ കാർഡ്സിൻ്റെ മെസ്സേജ് എനിക്ക് എന്തായാലും വലിയ ഇഷ്ടമായി, കുറച്ചുകൂടെ എടുക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. ഇവരെ മനസ്സ് തുറന്ന് നമുക്കിന്ന് അറിയാൻ ശ്രമിക്കാം എന്താണ് ഇവരെ മനസ്സിൻ്റെ ഉള്ളിൽ. അത് പറയാൻ ബ്ലോക്കേജ് ആണ്. ഓക്കെ, അവരെ ത്രോട്ട് ചക്ര ബ്ലോക്കേജ് ആണ്, അതാണ് പ്രശ്നം. ആക്ച്വലി ഇത് കാർഡ്സിലൊക്കെ നമ്മൾ പറയുമ്പോൾ ഈ ചക്ര ബ്ലോക്കേജ് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ബ്ലോക്കേജും ആയിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ നിങ്ങളുടെ ത്രോട്ട് ചക്രയിൽ വർക്ക് ചെയ്യുക, ചക്ര ബാലൻസിങ് മെഡിറ്റേഷൻസ് നിങ്ങൾ പഠിക്കുക, ചെയ്യുക. ഓക്കെ, ചില എക്സസൈസ് ഉണ്ട് ഇതിന് മാത്രമായിട്ട് ചെയ്യാൻ പറ്റിയത്, അങ്ങനെ ചെയ്യാം നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങളുടെ മനസ്സിലുള്ള നിങ്ങൾ തുറന്ന് പറയുന്നുണ്ടോ എന്ന് ചിന്തിച്ച് നോക്കൂ. അപ്പോൾ നിങ്ങളുടെ പേഴ്സണും അതേപോലെ തുറന്ന് പറയും. ഓക്കെ, കിങ് ഓഫ് വാൻസ് അഗെയിൻ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യമാണ് വീണ്ടും. 8 ഓഫ് കപ്സ്. ഓക്കെ, 6 ഓഫ് വാൻസ്, നൈറ്റ് ഓഫ് കപ്സ്, ഹൈറോഫന്റ്, 9 ഓഫ് കോയിൻസ്. ഓ മൈ ഗോഡ്, അവർ നിങ്ങളെ കാണുന്നത് 9 ഓഫ് വാൻസ്, 9 ഓഫ് ഓക്കെ
എല്ലാം ഉണ്ട്. അതാ പറഞ്ഞത്, നെഗറ്റീവും ഉണ്ട് പോസിറ്റീവും ഉണ്ട്. അപ്പോൾ ഇവിടെ കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് നിങ്ങളെ, അവർക്ക് തോന്നുന്നത് നിങ്ങൾ വളരെ ഒരു ഇൻഡിപെൻഡൻറ്റ് പേഴ്സൺ ആണെന്നാണ് തോന്നുന്നത്. അതിപ്പോൾ നിങ്ങൾ കരിയറിലൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ടാവാം, അങ്ങനെയായിരിക്കാം. നിങ്ങളുടെ സ്വന്തമായ ചില ഒപ്പീനിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, നിങ്ങളുടെ സ്വന്തമായ ഒപ്പീനിയൻ, നിങ്ങൾക്കൊരു ഇൻഡിപെൻഡൻസ് ഉണ്ടാവും. അതായത് നിങ്ങൾ ശരിയാണ് ഇമോഷണൽ പേഴ്സൺ ആയിരിക്കും, അല്ലാന്നല്ല, ബട്ട് എന്നാലും നിങ്ങളുടെ ഒരു ഇൻഡിപെൻഡൻസ് കൂടി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. നിങ്ങൾക്കെല്ലാം തനിയെ ചെയ്യാൻ ഒരു നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങൾ അവനവനെ കുറിച്ച് നിങ്ങൾക്കൊരു മതിപ്പുണ്ടാവില്ല, പക്ഷെ ആ പേഴ്സണിനെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ ഒരു ഇൻഡിപെൻഡൻറ്റ് പേഴ്സൺ ആണ്, നിങ്ങൾക്ക് അങ്ങനെ ഒരാളുടെ കെയർ ഒന്നും ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾ വളരെ സ്ട്രോങ് ആയിരിക്കും. നിങ്ങൾ ഈ പേഴ്സണിൻ്റെ മേലെ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും, ബട്ട് എന്നാലും ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ കഴിവും കാര്യങ്ങളും, നിങ്ങൾ വലിയ കഴിവും വലിയതോ ആയിട്ടല്ല ഞാൻ പറയുന്നത്, ബട്ട് എവിടേക്കോ നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട്, ദൈവം തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, അത് അവർ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. ആ പേഴ്സൺ നിങ്ങളെ അങ്ങനെയാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു പേടിയുണ്ട്, എന്നിട്ട് നിങ്ങൾ അവരെ ആ ലെവലിൽ സ്വീകരിക്കുമോ എന്നുള്ളൊരു പേടി കൂടിയുണ്ട്. ഓക്കെ, ആൻഡ് കിങ് ഓഫ് വാൻസ് ആണ് കമ്മ്യൂണിക്കേഷൻ. അഗെയിൻ ഞാൻ പറഞ്ഞു, അവർക്ക് ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, നിങ്ങളുമായിട്ടൊരു പാഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. 8 ഓഫ് കപ്സ് ആൻഡ് 6 ഓഫ് വാൻസ് ഉണ്ട് ഇവിടെ. ഇത് നമ്മൾ നോക്കുമ്പോൾ അവർക്ക് ചിലത് പിന്നിൽ ഉപേക്ഷിക്കേണ്ടി വരും. നിങ്ങളെ സ്വീകരിക്കണമെങ്കിൽ അവർക്ക് പിന്നിൽ ചിലത് ഉപേക്ഷിക്കണം. ഓക്കെ, അപ്പോൾ ആ ഒരു പേടി ചിലപ്പോൾ അതും ഒരു ബ്ലോക്കേജ് ആയിട്ടുണ്ടാവാം. ഓക്കെ, ആൻഡ് ഇവിടെ 6 ഓഫ് വാൻസ് സക്സസ് ആണ് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട്. അഗെയിൻ അവർ റിലേഷൻഷിപ്പിൻ്റെ ഒരു സക്സസ് എന്ന രീതിയിലാണ് ആലോചിക്കുന്നത്. നിങ്ങൾ തമ്മിലൊരു വിക്ടറി, അവർക്ക് എന്തെങ്കിലും ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നേടിയെടുത്ത ശേഷം നിങ്ങളുടെ അടുത്തേക്ക് വരാം എന്നോ ആലോചിക്കുന്നുണ്ടാവാം. ചിലവർ അങ്ങനെയും ഉണ്ടാവും. ഓക്കെ, അവർ പറയുന്നത് മേ ബി ഞാൻ പറഞ്ഞില്ല, ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് നിങ്ങളെ കാണുന്നത്. സോ അവർക്കൊരു പേടിയാണ് തെറ്റ് നിങ്ങളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ താണു പോകരുത് എന്നുള്ളൊരു ചിന്ത. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലേശം അവർ അകൽച്ച വെക്കുന്നുണ്ട് ഇടയ്ക്ക്. ഓക്കെ, ആ അകൽച്ച വെക്കുന്നത് എവിടേക്കോ അവരുടെ ലിമിറ്റേഷൻസ് അറിയുന്നതുകൊണ്ടായിരിക്കും, ഒന്നാമത്തെ കാര്യം. ഓക്കെ, അവർ പോരാ എന്ന് തോന്നിയിട്ടായിരിക്കാം. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എനിവേ ഇവിടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഹൈറോഫന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മാരേജ് കാർഡാണ്. ഓക്കെ, സ്പിരിച്വൽ കണക്ഷൻ ആണെന്ന് പറയാം, നിങ്ങൾ തമ്മിലുള്ള സ്പിരിച്വൽ കാര്യങ്ങളാണ്. ഓക്കെ, ഇത് നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം, ഞാൻ പറഞ്ഞ പോലെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ, അത് നിങ്ങളുടെ പേഴ്സൺ ഇതെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അവർ നിങ്ങളെ വന്ന് ജയിച്ച് നിങ്ങളുമായിട്ട് വിക്ടോറിയസ് ആയിട്ട് ഒരു ലൈഫാണ് ആഗ്രഹിക്കുന്നത്. അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഡീപ്പ് ഫീലിങ്സ് ഇത് തന്നെയാണ്. പക്ഷെ ഇവിടെ അഗൈൻ സ്റ്റോപ്പ് ബ്ലോക്കേജസ് ഉണ്ട്. ചില കാര്യങ്ങൾ അവർ പിന്നിൽ ഉപേക്ഷിച്ച് വരണം എന്നാണ്. ഓക്കെ, ബട്ട് അവർ വരാൻ ശ്രമിക്കും, കാരണം അവർക്ക് നിങ്ങളുടെ അടുത്ത് വന്നൊരു വിക്ടറിയാണ് അവർ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങളുടെ അടുത്തേക്ക് വരാമെന്ന് പറഞ്ഞാൽ എല്ലാം വിട്ട് ഇപ്പം തന്നെ വരും എന്നല്ല, ബട്ട് അവർ ചിന്തിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, അവർക്കത് വേണം എന്നുള്ളൊരു, ആക്ച്വലി ഈവൻ ചിലവർ കമ്മിറ്റ്മെൻറ്റിൻ്റെ കാര്യം പറയാം, മാരേജിൻ്റെ കാര്യം പറയാം. സാധിക്കുന്നവർക്ക് അവർ മാരേജ് ഓഫർ വരെ തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അഗെയിൻ തേർഡ് പാർട്ടി എനർജി ഞാൻ പറഞ്ഞിരുന്നു, തേർഡ് പാർട്ടി ഉപേക്ഷിച്ച് വരാനുള്ള ബുദ്ധിമുട്ടും ആയിരിക്കാം. ഫാമിലി ആണെങ്കിൽ ഫാമിലിയുടെ എതിർപ്പ്, അല്ലെങ്കിൽ വേറെ മാരീഡോ അങ്ങനത്തെ കാര്യങ്ങളോ ആണെങ്കിൽ അത് വിട്ട് വരാനുള്ള ഒരു ചെറിയൊരു ടെൻഷൻ അവർക്ക് ഉണ്ട് അവിടെ. ഓക്കെ, ബ്ലോക്കേജസ് ഉണ്ട് ലേശം, അവനവനെ കുറിച്ചും അങ്ങനെ ചില ബ്ലോക്കേജസ് ഇവിടെ കാണുന്നുണ്ട്. ബട്ട് പേഴ്സൺ ശരിക്കും ഇത് വളരെ സ്ട്രോങ് എനർജിയാണ് ഇവിടെ എനിക്ക്. ഓക്കെ, നിങ്ങൾ ക്ലെയിം ചെയ്യുക അവരെ മനസ്സിൽ, അവരെ ഡീപ്പായിട്ട് അവരെ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങൾ അവരെ മനസ്സ് തുറന്ന് അവർ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുകയാണ്. ഈ കാർഡ്സിൻ്റെ ത്രൂ നമുക്ക് നിങ്ങൾ എടുത്തോളൂ, എന്നിട്ട് അവരുടെ ഒരു കൺഫെഷനായിട്ട്. ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ട് അവർക്ക്. ഓക്കെ, അവർക്ക് ചില ബേർഡൻസ് ഉണ്ട് അവരുടെ ലൈഫിൽ, ബേർഡൻസ് അവർ ഫേസ് ചെയ്യുന്നുണ്ട്. ബട്ട് കുറച്ച് അവർ ആ ഒരു ബേർഡൻസ് ഫേസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിൽ നിന്ന് ഓവർകം ചെയ്ത് അവർ മുന്നോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, വൺ ലാസ്റ്റ് കാർഡ് സ്റ്റോപ്പ്. ഓക്കെ, നൈറ്റ് ഓഫ് സോർട്സ്. യെസ്, അവർ നിങ്ങളുടെ അടുത്തേക്ക് എത്രയും വേഗം വരാൻ ആഗ്രഹിക്കുന്നു എന്ന രീതിയിലാണ്. ഓക്കെ, സോ ആൻഡ് ഇവിടെ കൂടുതലും റെഡ്, പർപ്പിൾ, ബ്ലൂ ആണ്. സോ എവിടെയോ ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ തന്നെയാണ് ഡെഫിനറ്റ്ലി. ഓക്കെ, നിങ്ങൾ ചക്ര ബാലൻസിങ് മെഡിറ്റേഷൻസ് ചെയ്യാം, നിങ്ങൾക്കുള്ള അഡ്വൈസ്. ഓക്കെ, അത് ചെയ്യുമ്പോൾ നിങ്ങളിൽ മാറ്റങ്ങൾ വരും. ഓക്കെ, നിങ്ങളിൽ മാറ്റം വരുമ്പോൾ ആ പേഴ്സണും അത് റിഫ്ലക്റ്റ് ചെയ്യും. നിങ്ങളുടെ മാറ്റങ്ങൾ കാണുമ്പോൾ ആ പേഴ്സണിലും മാറ്റങ്ങൾ വരാൻ തുടങ്ങും. നിങ്ങളുടെ പ്രവൃത്തികളൊക്കെ കാര്യങ്ങളൊക്കെ മാറുമ്പോൾ ആ പേഴ്സണിലും ചേഞ്ചസ് വരും. ഓക്കെ, അവരുടെ മനസ്സിൽ ഡീപ്പായിട്ട് ഫീലിങ്സ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പിച്ചോളൂ. ഓക്കെ, അവരുടെ മെസ്സേജസ് കൂടി നോക്കാം നമുക്ക്. എന്താ പറയുന്ന, താങ്ക് യു ഫോർ ടീച്ചിങ് മീ വാട്ട് റിയൽ ലവ് ഈസ്. മീ പ്ലസ് യു ഈക്വൽ ടു പവർ കപ്പിൾ. I am in love with you. I like sleeping next to you. Okay. I can't help mentioning you to my close friends or family members. So many things remind me of you. It's crazy. I'm so grateful I met you. Are you sure you're real? Whenever I see flowers, I think okay, എല്ലാം പോസിറ്റീവ് വരുന്ന വരി കൂടി ഞാൻ വായിക്കാം.
I wrote a letter on paper. I'm too afraid to say. Okay. You are the only one who manages to calm down my inner beast. Okay. ഓക്കെ, ഇവിടെ എന്തായാലും ഇവർ പേഴ്സൺ പറയുന്നത് അവരുടെ ഉള്ളിലുള്ള ഓക്കെ ചില നെഗറ്റീവ് ബിഹേവിയേഴ്സ് ഓക്കെ അവർ ചിലപ്പോൾ ഒരു അപ്സെറ്റ് ആയിട്ടോ അവർ ഈഗോ വെച്ചിട്ടോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ബിഹേവിയർ ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാന്നല്ല, എനിക്ക് തോന്നുന്നത് അവരെ മനസ്സിലാക്കുന്നത് നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, അവർ പറയുന്നത് എന്താണ് ശരിക്കും ഉള്ള സ്നേഹം എന്ന് എന്നെ പഠിപ്പിച്ചതിന് നന്ദി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാൽ നിങ്ങളൊരു പവർ കപ്പിളാണെന്ന് അവർ റിയലൈസ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ തമ്മിൽ അത്രയും ആ സ്ട്രോങ് കണക്ഷനാണ്. ബിക്കോസ് നിങ്ങളുടെ ഉള്ളിലും ആ ഒരു സ്ട്രോങ് ക്യാരക്ടർ ഉണ്ട്. ഓക്കെ, അവരും ഒരു സ്ട്രോങ് ക്യാരക്ടറാണ്. ബട്ട് അവർക്ക് നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ അവർ വീക്കായി പോകുന്നു, നിങ്ങളും അവരെ മുമ്പിൽ പോകുമ്പോൾ വീക്കായി പോകുന്നു. അതാണ് അവിടെ ഇഷ്യൂ. ഓക്കെ, രണ്ടുപേരും പക്ഷെ ഒന്നിച്ചു കഴിഞ്ഞാൽ പവർ കപ്പിളാണെന്ന് അവർക്കറിയാം. ഐ മീൻ ലവ് വിത്ത് യു എന്ന് പറയുന്നുണ്ട്, സ്നേഹമുണ്ട്. ഐ ലൈക്ക് സ്ലീപ്പിംഗ് നെക്സ്റ്റ് യു. ചിലവർക്ക് ഇപ്പം നിങ്ങൾ ഒന്നിച്ച് ഇരിക്കും, നിങ്ങളുടെ അടുത്ത് തൊട്ടടുത്ത് കിടക്കാൻ ഉറങ്ങാൻ അവർക്ക് ഇഷ്ടമാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഐ കാൺട്ട് ഹെൽപ്പ് മെൻഷനിങ് യു ടു മൈ ക്ലോസ് ഫ്രണ്ട്സ് ഓർ ഫാമിലി. നിങ്ങളെക്കുറിച്ച് അവർ ഫ്രണ്ട്സിനോടൊക്കെ പറയാറുണ്ട്, ഫ്രണ്ട്സിനോടോ ഫാമിലിയോടോ ഒക്കെ ചിലവർ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. നിങ്ങളെക്കുറിച്ച് ഫാമിലിയോട് പറയാൻ പറ്റുന്നവർ പറഞ്ഞിട്ടുണ്ട്. സോ മെനി തിങ്സ് റിമൈൻഡ് മീ ഓഫ് യു. ഓക്കെ, അവർ എവിടെ പോയാലും എന്ത് ചെയ്താലും അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണ് കയറി വരുന്നത്. പല കാര്യങ്ങളും കാണുമ്പോൾ അവർക്ക് നിങ്ങളെ ഓർമ്മ വരുന്നു എന്നാണ്. ഓക്കെ, ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഐ മെറ്റ് യു, ഐ യു ഷുവർ യുവർ റിയൽ. ഓക്കെ, അവർക്ക് എവിടേക്കോ ഈശ്വരനോട് ഒരു നന്ദി പറയുന്നുണ്ട്. നിങ്ങളെപ്പോലെ ഒരു വ്യക്തി അവർ ഇതുവരെ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. വെൻ എവർ ഐ സീ ഫ്ലവേഴ്സ്, ഐ തിങ്ക് നിങ്ങൾക്ക് ഫ്ലവേഴ്സ് ഇഷ്ടമായിരിക്കാം. ഓക്കെ, അതിപ്പോൾ ജെൻസ് ആയാലും ലേഡീസ് ആയാലും, അല്ലെങ്കിൽ നിങ്ങൾ ഫ്ലവേഴ്സ് ജെൻസ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിന് പൂക്കൾ കൊടുത്തിട്ടുണ്ടാവുക എപ്പോഴെങ്കിലും. ഓക്കെ, സോ അവർക്ക് അത് ഓർമ്മ വരുമെന്നാണ് പറയുന്നത്. ഐ റോട്ട് യു എ ലെറ്റർ ബട്ട് ഐ എം ടു അഫ്രേഡ് ടു ഷോ ഇറ്റ് യു. അവർ ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ട്. ലെറ്റർ എന്നല്ല, ഇന്നത്തെ കാലത്ത് വേണമെങ്കിൽ മെസ്സേജ് ആയിരിക്കാം, പക്ഷെ ഇത് പേപ്പർ എന്ന് പറയുന്നുണ്ട്. ചിലവർ ലെറ്റർ അടക്കം എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ നിങ്ങളെ കാണിക്കാനും പറയാനും പേടിയാണ് അവർക്ക് എന്നാണ്. ഓക്കെ, സോ എന്തായാലും വളരെ പോസിറ്റീവായിട്ട് വളരെ ഹാപ്പി ആയിട്ടുള്ള ആക്ച്വലി കാർഡ്സ് കണ്ടിട്ട് നെഗറ്റിവിറ്റീസ് ഉണ്ട്, ഇല്ല എന്നല്ല. ഓക്കെ, ചുറ്റും പല കാര്യങ്ങളും ബ്ലോക്കേജസ് ഉണ്ട് നിങ്ങൾ തമ്മിൽ. അതൊക്കെ മാറ്റാൻ അവർ ശ്രമിക്കും. ഓക്കെ, ഞാൻ പറയുന്നത് ഒന്ന് ട്രൈ ചെയ്യുക പ്ലീസ്. ചക്ര ബാലൻസിങ് മെഡിറ്റേഷൻ. ഓക്കെ, ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്യാം. ഞാനൊരു 1-2 വീഡിയോസ് ഞാൻ ഷെയർ ചെയ്യാറുണ്ട് എല്ലാവർക്കും. അത് വേണമെങ്കിൽ ഞാനിവിടെ ലിങ്ക് താഴെ ഇട്ട് വയ്ക്കാം. അത് ആരുടെയോ ആണ്, കണ്ടപ്പോൾ എനിക്ക് ഓക്കെ ആയി തോന്നി. ഞാൻ ഇംഗ്ലീഷിലെയും ഹിന്ദിയിലേക്കാണ് ഫോളോ ചെയ്യാറ്. മലയാളത്തിലുള്ളത് ഞാനിവിടെ താഴെ ഇട്ട് വയ്ക്കാം, ഒരു ലിങ്ക് അറ്റ്ലീസ്റ്റ്. നിങ്ങൾ വേണമെങ്കിൽ അത് ഫോളോ ചെയ്യൂ, പഠിക്കൂ, നല്ലതാണ്. ചക്ര ബാലൻസിങ് മെഡിറ്റേഷൻസ് നിങ്ങൾ പഠിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ എക്സസൈസസ് ചെയ്യാം നിങ്ങൾക്ക്. ഓക്കെ, പലതരത്തിലുള്ള എക്സസൈസ് ഉണ്ട്. ഈ ചക്ര, നമ്മുടെ ഉള്ളിലുള്ള 7 ചക്ര നമ്മളൊന്ന് ബാലൻസ് ആക്കി എടുത്താൽ നമ്മുടെ ലൈഫിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും അത്. ഓക്കെ, എന്തായാലും അതൊക്കെ നിങ്ങൾ ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. ഹാപ്പി ആയിട്ടിരിക്കുക, എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക. താങ്ക് യു, നന്ദി, നമസ്കാരം.